വെൽക്കം ടു ലിറ്റ് ലൈഫ്. ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഹൗ ടു റൈറ്റ് WH ക്വസ്റ്റ്യൻസ് ഇൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. WH ക്വസ്റ്റ്യൻസ് എന്താണെന്നും അതിൻ്റെ മീനിങ്ങും എല്ലാം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറും യൂസേജും എങ്ങനെയാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ING ഫോം ഓഫ് വേർബാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഹീ ഈസ് ഗോയിങ് ടു ഹിസ് അങ്കിൾസ് ഹൗസ്. ഈ സെൻറ്റൻസിൽ ടു ഹിസ് അങ്കിൾസ് ഹൗസ് എന്നുള്ള ഭാഗമാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം ചോദിക്കാനായിട്ട്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവൻ അങ്കിളിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ WH ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആദ്യം WH ഫോം, ഇവിടെ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതുകൊണ്ട് തന്നെ വേർ എന്നുള്ള WH ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഹീ സബ്ജക്റ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈസ് യൂസ് ചെയ്യുന്നു. ദെൻ സബ്ജക്റ്റായിട്ടുള്ള ഹീ യൂസ് ചെയ്യുന്നു. ദെൻ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. So, where is he going? Where is he going? Second sentence, nearly 600 students are studying in our school. ഏകദേശം 600 സ്റ്റുഡൻസ് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. എത്ര എന്ന ചോദ്യം വരുമ്പോൾ, എസ്പെഷ്യലി കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ നൗൺ ആണ്. അതായത് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റും, എത്ര പേരുണ്ട് എന്നുള്ളത് എണ്ണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൗ മെനി യൂസ് ചെയ്യുന്നു. എണ്ണാൻ പറ്റില്ലെങ്കിൽ ഹൗ മച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ മച്ച് ഷുഗർ, ഹൗ മച്ച് മിൽക്ക്. ഓക്കെ, സോ ഹൗ മെനി സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇൻ യുവർ സ്കൂൾ. തേർഡ് സെൻറ്റൻസ്, ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസസ് എക്സാമിനേഷൻ. സിവിൽ സർവീസസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. കാരണം ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നുള്ള ഭാഗമാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. സോ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ഷീ പ്രിപ്പയറിംഗ് ഫോർ. വാട്ട് ഈസ് ഷീ പ്രിപ്പയറിംഗ് ഫോർ? ഓക്കെ, ദെൻ ഫോർത്ത് സെൻറ്റൻസ്, ടിനു ഈസ് ഇൻ പെർഫോമിംഗ് ഓൺ സ്റ്റേജ് നൗ. ടിനു ഇപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. റൈറ്റ്, അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ടിനു എന്ന് പറയുന്ന ആ ഭാഗമാണ്. അപ്പോൾ ആരാണ് സ്റ്റേജിൽ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ഹൂ ഈസൻറ്റ് പെർഫോമിംഗ് ഓൺ സ്റ്റേജ് നൗ? ഹൂ ഈസൻറ്റ് പെർഫോമിംഗ് ഓൺ സ്റ്റേജ് നൗ? ടിനു ഈസൻറ്റ് പെർഫോമിംഗ് ഓൺ സ്റ്റേജ് നൗ. ദ ബേബി ഈസ് ക്രൈയിങ് ബിക്കോസ് ഇറ്റ് ഈസ് ഹംഗ്രി. ബേബി വിശക്കുന്നത് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബിക്കോസ് ഇറ്റ് ഈസ് ഹംഗ്രി എന്ന് പറയുന്ന ഭാഗമാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം ചോദ്യം ചോദിക്കാനായിട്ട്. ഇവിടെ എന്തുകൊണ്ട് എന്നുള്ള WH ഫോമാണ് വൈ. സോ വൈ, ദെൻ ഈസ് ആം ആറിൽ ഈസ് യൂസ് ചെയ്യുന്നു. ദെൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ദ ബേബി. ഓക്കെ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ഓർഡർ. സോ വൈ ഈസ് ദ ബേബി ക്രൈയിങ്? Why is the baby crying? Next one, he is talking to his friend. അവൻ അവൻ്റെ സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ടു ഹിസ് ഫ്രണ്ട് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണം ചോദിക്കാനായിട്ട്. ഇംഗ്ലീഷിൽ ആരോട് എന്ന് മീനിങ് വരുന്നത് ടു ഹൂം എന്നുള്ള WH ഫോമാണ്. ഓക്കെ, ടു ഹൂം, ആരോട്. ടു ഹൂം ഈസ് he talking. To whom WH form is am ആറിൽ ഈസ് യൂസ് ചെയ്യുന്നു. ദെൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹീ യൂസ് ചെയ്യുന്നു. To whom is he talking? ആരുടെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ whose. Right? Whose pen are you using now? Whose cell phone are you using now? ആരുടെ എന്ന് ചോദിക്കാനായിട്ട് whose, ആരോട്. To whom, ആർക്ക് വേണ്ടി, ഫോർ ഹൂം. ഫോർ ഹൂം ആർ യു വെയിറ്റിംഗ് ഫോർ? റൈറ്റ്. ഹീ ഈസ് ഗോയിങ് ടു സ്റ്റഡി MBA. ഈ സെൻറ്റൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ വേറൊരു യൂസും കൂടെ വരുന്നുണ്ട്. അതായത് സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ്. പക്ഷേ ഈ സെൻറ്റൻസിൽ ഹീ ഈസ് ഗോയിങ് ടു സ്റ്റഡി MBA എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അവൻ MBA പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു അൺഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഒഫീഷ്യലാണെങ്കിൽ നമ്മളവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ട്രെയിൻ ലീവ്സ് അറ്റ് 7 PM. ട്രെയിൻ 7 മണിക്കാണ് പോവാറുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യാം. അൺഒഫീഷ്യലായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അതാണ് പ്രസൻറ്റ് ടെൻസിൻ്റെയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും സ്പെഷ്യൽ യൂസ്. ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ മൺഡേ. അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ്. സ്കൂൾ മൺഡേ ആണ് റീഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അതേസമയം അൺഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യം, ഹീ ഈസ് ഗോയിങ് ടു ഓപ്പൺ എ ഷോപ്പ്. അവിടെ ഈസ് ഗോയിങ് ടു സ്ട്രെച്ചോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹീ ഈസ് ഗോയിങ് ടു ഓപ്പൺ എ ഷോപ്പ്. അവനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും അൺഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതാണെങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹീ ഈസ് ഗോയിങ് ടു സ്റ്റഡി MBA. അപ്പോൾ MBA ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ഈസ് ദെൻ ഹീ. വാട്ട് ഈസ് ഹീ ഗോയിങ് ടു സ്റ്റഡി? നെക്സ്റ്റ് വൺ, ഐ എം ലീവിങ് ഫോർ ഡൽഹി ടുമാറോ. ഈ ക്വസ്റ്റ്യനും നേരത്തെ പറഞ്ഞ അതേ യൂസ് തന്നെയാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന അൺഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ എം ലീവിങ് ഫോർ ഡൽഹി ടുമാറോ. ഞാൻ നാളെ ഡൽഹിക്ക് പോവുകയാണ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ടുമാറോ എന്നുള്ള ഭാഗമാണ്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഡൽഹിക്ക് പോകുന്നത് എന്ന് വേണം ചോദിക്കാനായിട്ട്. എപ്പോഴാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വെൻ. അതിനുശേഷം വെൻ ആർ യു ലീവിങ് ഫോർ ഡൽഹി. ഇവിടെ ഞാൻ നാളെ ഡൽഹിക്ക് പോകുന്നു എന്ന് ഉത്തരം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഡൽഹിക്ക് പോകുന്നത് എന്ന് വേണം ചോദിക്കാനായിട്ട്. സോ നിങ്ങൾ, അതായത് യു എന്ന വാക്കിൻ്റെ കൂടെ ആറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെൻ ആർ യു ലീവിങ് ഫോർ ഡൽഹി എന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. ഒന്ന്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. രണ്ടാമത് പഠിച്ചത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെയും അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും സ്പെഷ്യൽ യൂസ് എന്താണ് എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, സോ വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോ. എക്സസൈസ് ആണ്. ഇതിൽ 9 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 1 to 5 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ സെൻറ്റൻസിലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പാർട്ടാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ യു വിൽ ഹാവ് ടു റൈറ്റ് ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ്ലി. ദെൻ 6 to 9 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സോ യു വിൽ ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദിസ് സെൻറ്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ്. ഓക്കെ, താങ്ക് യു.